ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേണിനോ. RRB പരീക്ഷകൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്കുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് എന്ന് ഈ എക്സാം നടക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ 2024 നടക്കുന്ന പരീക്ഷകളുടെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കലണ്ടർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം RRBയുടെ ALP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടെക്നീഷ്യൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസങ്ങളായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഈ വർഷം തന്നെ അവസാനത്തോടു കൂടി അതിന്റെ ഒരു പരീക്ഷയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു സമയത്തേക്ക് ആ എക്സാമും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ RRBയുടെ ഗ്രൂപ്പ് ഡി, അതുപോലെ തന്നെ NTPC, JEE പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനും ഈ ഒരു വർഷത്തിന്റെ മിഡിലോട് കൂടി നമ്മൾ ആ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടറിൽ പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ആദ്യത്തോടു കൂടി തന്നെ ഈ പരീക്ഷകളും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് RRB പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. RRB എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ RRB എക്സാംസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാരണം ഓരോ പരീക്ഷയും ആർക്ക് എഴുതാം, എന്തൊക്കെയാണ് അതിന്റെ പോസ്റ്റുകൾ എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞ ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് CBT 1, CBT 2 എന്ന് പറഞ്ഞ 2 എക്സാംസ് ഉണ്ടാവും. CBT 1 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. CBT 1 നമ്മൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് CBT 2 എഴുതാൻ പറ്റുള്ളൂ. ഇനി ടെക്നിക്കൽ എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ ALP ആണെങ്കിലും JEE ആണെങ്കിലും ഒക്കെ അതിൽ ആ ടെക്നിക്കൽ പേപ്പേഴ്സിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് CBT 2 വരുള്ളൂ. CBT 1 എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ലൈഫ് സയൻസ്, GK, കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നതാണ് ഈ CBT 1 എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് പഠിക്കാം. അപ്പോൾ വിവിധ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ CBT 1 കാറ്റഗറിക്കുള്ള നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ CBT 1 പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം. അപ്പൊ ലേണിനോര് ഓൾറെഡി നമ്മളൊരു CBT 1 നമ്മളൊരു കോഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ്. സോ നിങ്ങൾക്ക് ഇപ്പോ CBT 1 കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ടൈം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇതിനകത്ത് നമ്മൾ കൃത്യമായ സിലബസ് അനുസരിച്ചുള്ള ലെക്ചേഴ്സും MCQസും PYQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. കാരണം ഇത് വിവിധ ഷിഫ്റ്റുകളിലാണ് ഈ പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ ഷിഫ്റ്റിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പൊ അതിന്റെ PYQ ഡിസ്കഷൻ നമ്മൾ ഓരോ പേപ്പർ വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇതിന്റെയൊക്കെ നോട്ട്സും ടെസ്റ്റ് സീരീസും ഒക്കെ അടങ്ങുന്നതാണ് നമ്മൾ ഇതിന്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട്, അതായത് CBT 1 and 2 ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ഇനി എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് RRB ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞൊരു കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്നതായിരിക്കും. ഒപ്പം നമ്മൾ RRB പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് പൊതുവേ നമ്മൾ മറ്റ് പരീക്ഷകൾക്കൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അതുപോലെ RRB എക്സാംസിന് നമ്മൾ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചാനലിലല്ല, RRB എക്സാംസിന് വേണ്ടി മാത്രമായിട്ടുള്ള നമ്മളുടെ ഒരു ചാനൽ ഉണ്ട്. ആ ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ആ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്രീ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻസും ഇമ്പോർട്ടന്റ് MCQസും ഒക്കെ വരുന്ന ഒരുപാട് വീഡിയോസ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. സോ റെയിൽവേ എക്സാംസിൽ, റെയിൽവേയിൽ ഒരു ജോലി എന്ന സ്വപ്നം കാണുന്നവർക്ക് ഇപ്പൊ പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ്. ഈ ഒരു വർഷം ഒരു പക്ഷേ നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത്രയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് റിക്രൂട്ട്മെന്റ് ഇപ്പൊ വന്നിട്ടുള്ളതിലാണെങ്കിലും ഇപ്പൊ ALP ആണെങ്കിലും 5000+ ഉണ്ട്, ടെക്നീഷ്യൻ പോസ്റ്റിലാണെങ്കിലും 9000+ വേക്കൻസീസ് അവിടെയും പറയുന്നുണ്ട്. ഇനി NTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് വരുന്ന, ഒത്തിരി വേക്കൻസീസ് വരുന്ന 10,000 എബവ് ഒക്കെ ഒരു വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റാണ് NTPC എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് മാസ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ആ ഒരു പരിശ്രമത്തിനായിട്ട് ലേണിനോ നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു.